പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പച്ച നിറത്തിലുള്ള വെണ്ടയ്ക്കയാണ് കൂടുതലായി നമ്മൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ വെണ്ടയും ചെറിയ ടൊമാറ്റോയുമാണ്. ഇത് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. ചെറിയൊരു അടുക്കള തോട്ടമെങ്കിലും നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ചെറിയ നെല്ലിക്ക വലിപ്പത്തിന് കുറച്ച് പുളി ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ കറി ഉണ്ടാക്കുന്നതിന് വെണ്ടയ്ക്ക ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. 10 വെണ്ടയ്ക്കയാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത്. 6 മിനിറ്റുള്ള ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്ത് പോകരുത്. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ കറിക്ക് സവാള ചേർക്കരുത്, ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. ചെറിയ ഉള്ളി കനം കുറച്ചരിയണം. 10 ചെറിയ ഉള്ളി മതിയാകും. അതിലേക്ക് 2 പിളർന്ന് 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. ചൂടായ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. വെണ്ടയ്ക്ക് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ നിറം മാറിയിട്ട് പച്ച നിറമാകും. എങ്കിലും ടേസ്റ്റിന് യാതൊരു കുറവുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി വഴറ്റാം. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള ആ വഴുവഴുപ്പ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്കയുടെ നിറം മാറി പച്ചയായിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ട വെണ്ടയ്ക്കയാണെന്ന് പറയില്ല, അത്രയ്ക്കും വ്യത്യാസമായി. കറിക്ക് ആവശ്യമുള്ള പൊടികൾ ചൂടാക്കിയെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതായി ചൂടാക്കിയെടുക്കാം. പൊടികളുടെ നിറം മാറിപ്പോകരുത്, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് വറുത്ത് പൊടിച്ച ജീരകം 1/4 ടീസ്പൂൺ, അതുപോലെ വറുത്ത് പൊടിച്ച ഉലുവ 1/4 ടീസ്പൂണിനും താഴെ, കായത്തിൻ്റെ പൊടിയാണ്, അതും 1/4 ടീസ്പൂണിനും താഴെ ചേർത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. വഴറ്റിയെടുത്ത വെണ്ടയ്ക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ വെണ്ടയ്ക്ക സെപ്പറേറ്റായിട്ട് വഴറ്റാതെ തന്നെ കടുക് താളിച്ച് ഉള്ളിയും തക്കാളിയും വെണ്ടയ്ക്കയെല്ലാം ഒരുമിച്ച് വേണമെങ്കിലും നമുക്ക് വാട്ടിയതിന് ശേഷം അരപ്പ് ചേർക്കാവുന്നതാണ്. അതേ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ചൂടാക്കി വെച്ച മസാലക്കൂട്ട് നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇങ്ങനെ അരയ്ക്കാതെ പൊടികൾ ചേർത്ത് വേണമെങ്കിലും കറി വയ്ക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അരച്ചെടുത്ത് ചേർക്കുന്നതാണ് നല്ലത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലയും ചേർത്ത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഉള്ളി വാടി വരണം. അതിലേക്ക് 5 വെളുത്തുള്ളിയാണ്, അത് ചതച്ച് ചേർത്താൽ മതി. വെണ്ടയ്ക്ക ചേർക്കാതെയും തക്കാളിയും ചെറിയ ഉള്ളിയും ചേർത്ത് ഇതുപോലെ കറി വയ്ക്കുന്നതാണ്. അതുപോലെ ചേമ്പിൻ്റെ തണ്ട് അത് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ഇതിന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് പുളുങ്കറി. ഇങ്ങനെ വെക്കുന്ന കറിക്ക് പുളുങ്കറി എന്നാണ് പറയുന്നത്. ചെറിയുള്ളി നല്ലതുപോലെ വാടിയതിന് ശേഷം ടൊമാറ്റോ ചേർക്കാം. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാനത് മുഴുവനെ ഇട്ടത്. വലിയ തക്കാളി ആകുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാൽ മതി. ഇത് ചൂടായി കുറച്ച് കഴിയുമ്പോൾ തന്നെ ടൊമാറ്റോ പൊട്ടി കഴിയും. അതുകൊണ്ടാണ് മുറിക്കാതെ ഇട്ടത്. വഴറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക കൂടെ ചേർത്തതിന് ശേഷം അരച്ചു വെച്ചിരുന്ന അരപ്പിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിക്കാം. ഇത് അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു കറിയാണ്. എന്നാൽ രസം പോലെ ഒരുപാട് ലൂസായി പോകരുത്.
ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. വെണ്ടയ്ക്ക വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. കറി കുറുകി പോകരുത്, അത്യാവശ്യം ലൂസായിട്ട് തന്നെ വെക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരും. ആ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പലരും പല രീതിയിലായിരിക്കും പുളിങ്കറി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ, ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു കറിയാണ്, പലർക്കും അറിയാം, എങ്കിലും ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ചോറിനോടൊപ്പം ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ചെറിയ വീഡിയോ ആണ് ഞാൻ കൂടുതലും ഇടുന്നത്, അത് മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യണം.